നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളാള് മിടുക്കിയാണല്ലോ. മഹാദേവൻ പറഞ്ഞതുപോലെ ഇവളോട് വെറുപ്പ് കാണിച്ചിട്ട് എന്താ കാര്യം? പാവം കുട്ടി. സിദ്ധുവേട്ടന് മാലാഖയെ കണ്ടുപിടിച്ച് തരാന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. മാലാഖയെ കാണണ്ടേ സിദ്ധുവേട്ടന്? വേണം. മാലാഖയെ ഞാൻ കണ്ടുപിടിച്ചു തരട്ടെ? വേണം. ഞാൻ സിദ്ധുവേട്ടന് മാലാഖയെ കണ്ടുപിടിച്ച് തരണമെങ്കിൽ സിദ്ധുവേട്ടൻ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കണം. എങ്കിലേ ഞാൻ മാലാഖയെ കണ്ടുപിടിച്ചു തരൂ. ആഹാരം കഴിച്ചാ മലയെ കണ്ടുപിടിച്ചു തരുമോ? തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു തരും. എന്നാ ഞാൻ കഴിക്കാം. കറി എവിടെയാ? ഇവളാള് മിടുക്കിയാണല്ലോ. മഹാദേവൻ പറഞ്ഞതുപോലെ ഇവളോട് വെറുപ്പ് കാണിച്ചിട്ട് എന്താ കാര്യം? പാവം കുട്ടി. ജാനകി, നമ്മുടെ കുട്ടന്റെ അടുത്ത് ഗോപിക പെരുമാറുന്നത് നീ ശ്രദ്ധിച്ചായിരുന്നോ? അവനെ മരുന്ന് കഴിപ്പിക്കാൻ നമ്മൾ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിപ്പിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ആഹാരം കഴിക്കാൻ അവനോട് നമ്മളെല്ലാവരും പറഞ്ഞിട്ട് അവൻ അനുസരിച്ചില്ല. പക്ഷെ ഗോപിക പറഞ്ഞപ്പോ അവനൊന്നും മിണ്ടാതെ അനുസരിച്ചു. എന്നിട്ട് നിനക്കെന്താ തോന്നി? എന്തു തോന്നാൻ? ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അവളുടെ അടവായിരിക്കും. ഇതൊന്നും കണ്ട് അമ്മയുടെ മനസ്സ് മാറരുത്. അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മയ്ക്ക് അവളോട് ഇത്തിരി മനസ്സലിവ് ഉണ്ടായെന്ന് തോന്നുന്നു. അമ്മേ, നമുക്ക് പ്രധാന ഋഷിയുടെ ജീവനല്ലേ? അല്ലമായെ, അതിനവള്... അമ്മ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അഥവാ അവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് ഇരിക്കട്ടെ, എങ്കിലും അവളും ഋഷിയും ഒരുമിച്ച അതോടെ എന്താ സംഭവിക്കുന്നതെന്ന് അവളുടെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അവളോട് കൂടുതൽ സ്നേഹവും അനുതാപവും കാണിക്കാതിരിക്കുന്നതാ നല്ലത്. ഋഷി അവൻ ഇഷ്ടപ്രകാരം അവളെ വിവാഹം കഴിച്ചെന്ന് കരുതി നമ്മൾ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് തമ്മിലുള്ള ബന്ധം മുന്നോട്ടു പോയാ നഷ്ടപ്പെടുന്നത് നമുക്ക് ഋഷിയായിരിക്കും. അത് മറക്കരുത്.
ഋഷിയുടെ വീട്ടിൽ പോയിട്ട് എന്തായി മോളെ? ഗോപിക ഋഷിയും കണ്ടു. കൊണ്ടുപോയ ഡ്രസ്സ് അവൾക്ക് കൊടുത്തു. ഗോപിക്ക് അവിടെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ അവൾ അവിടെ? ആ, അവൾക്കവിടെ കുഴപ്പമൊന്നുമില്ല. ജാനകി മഹാദേവനെ കണ്ടോ? ഞാൻ അവരൊന്നും കാണാൻ നിന്നില്ല. അല്ല, അവരാരും അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ അവരെ കാണാതെ പോകുന്ന മോശമില്ലേ? അവരെ കണ്ടാ പിന്നെ അതൊരു സംസാരത്തിന് വഴിവെക്കും. തൽക്കാലം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാന്ന് കരുതി. ആ, ഒരു കണക്കിന് അത് നന്നായി. ജാതകദോഷത്തിന്റെ പേരില് അവര് പിന്നീട് ഗോപികയുടെ വഴക്കുണ്ടാക്കുക മറ്റു ചെയ്തോ? അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ആ. ഗോപിക അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അഥവാ പ്രശ്നം ഉണ്ടായാലും ഋഷി അവൾക്ക് പിൻബലമായിട്ട് നിന്നോളും. വലിയൊരു തണല അവൻ അവൾക്ക് കൊടുക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഗോപികയെ പ്രൊട്ടക്ട് ചെയ്തോളാന്നും ഋഷി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് അവൻ പാലിക്കും. ജീവിതകാലം മുഴുവൻ ഋഷി അവളെ പൊന്നുപോലെ നോക്കും, ജീവനെ പോലെ സ്നേഹിക്കും. ഗോപികെ, ഗോപികെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ പറഞ്ഞു. വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഋഷി നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ആ റിയാലിറ്റിയോട് പൊരുത്തപ്പെടുക. നീ ഇപ്പൊ ഋഷിയുടെ ഭാര്യ. ഞാനത് അംഗീകരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.